ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് ഒരുപാട് പെറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഫ്രീ അഡോപ്ഷൻ നല്ല അടിപൊളി ഒരു ജർമ്മൻ ഷിപ്പേഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രീ അഡോപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പർക്ക് ഇതേപോലെ വീഡിയോസ് എടുത്ത് അയച്ചു തരാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ടുതാഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഡോപ്ഷനും സെയിലൊക്കെ കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. സീരിയൽ നമ്പർ 1 കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ജർമ്മൻ ഷിപ്പേഡിൻ്റെ മെയിൽ ഡോഗാണ് ഫ്രീ അഡോപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേഡിൻ്റെ മെയിലിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ലൊക്കേഷൻ. അതുപോലെ അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. മെയിൽ ഡോഗാണ് ജർമ്മൻ ഷിപ്പേഡ്. അതേപോലെ 5 വയസ്സ് പ്രായമുണ്ട്. നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള ജർമ്മൻ ഷിപ്പേഡ് മെയിൽ. സീരിയൽ നമ്പർ 2 തൃശ്ശൂർ ജില്ലയിൽ പീച്ചിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. -2 ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ -2 ഫീമെയിൽ 1 വയസ്സായത്. അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ 2 കോൺടാക്ട് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഡയറക്റ്റ് നിന്ന് എടുക്കേണ്ടി വരും. 3000 രൂപയാണ് ഇതിൻ്റെ വില ചോദിച്ചിരിക്കുന്നവർ. അതേപോലെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ 3 എറണാകുളമാണ് ലൊക്കേഷൻ. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 3500 രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. വാക്സിനേഷനൊക്കെ എടുത്താണ്. അപ്പോൾ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ 3 കോൺടാക്ട് ചെയ്യാം. സീരിയൽ നമ്പർ 4 മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ലാബിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് പ്രോപ്പർ ലൊക്കേഷൻ. 7000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാബിൻ്റെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ 4 കോൺടാക്ട് ചെയ്യുക. സീരിയൽ നമ്പർ 5 എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പ്രാവുകളുടെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് സെയിലിനായിട്ട് 20 പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 20 എണ്ണത്തിൽ വന്നിരിക്കുന്നത് 12000 രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ 20 പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ D4 ഡ്രീംസിൻ്റെ പേര് പറയാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്രില്ല്, ഷീൽഡ് ഫ്രില്ല് ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് മെയിലും ഫീമെയിലും കൺഫേം അല്ല, മെയിലാണോ ഫീമെയിലാണോന്ന്. നല്ല അടിപൊളി ഒരു ഫ്രില്ലാണ് വന്നിരിക്കുന്നത്. മാർക്കൗട്ട് ഫ്രില്ലാണ്. അതേപോലെ തന്നെ മാൾട്ടീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സെമി അഡൽട്ട് പെയർ ഉണ്ട്. മാൾട്ടീസ് 4 എണ്ണം ഉണ്ട്. ബ്യൂട്ടി ഹോമർ ഒരെണ്ണം ഉണ്ട്. പിന്നെ 8 പീസ് നാടൻ, 6 പീസ് പറവപ്രാവുകളുണ്ട്. പറവയിൽ 2 പെയറും 2 മെയിലാണ് അഡൽട്ട്. അപ്പോൾ പറവ, മാൾട്ടീസ്, ബ്യൂട്ടി ഹോമർ, ഷീൽഡ് ഫ്രില്ല്. അപ്പോൾ മൊത്തം 20 പീസ് പ്രാവുകൾ 12000 രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളും നെഗോഷ്യബിൾ ആണ്. എറണാകുളമാണ് ലൊക്കേഷൻ. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സീരിയൽ നമ്പർ 5 കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾ കേരള പോസിബിൾ ആണ്.
സീരിയൽ നമ്പർ 6 പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പറവപ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഈ പെയർ വന്നിരിക്കുന്നത് 13+ അവേഴ്സ് പറഞ്ഞിട്ടുള്ള പറവയാണ് വന്നിരിക്കുന്നത്. കൺഫേം റിസൾട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. 13+ അവേഴ്സ് പറഞ്ഞത്. ഈ പെയറും 13+ അവേഴ്സ് പറഞ്ഞ പറവകളാണ്. റിസൾട്ട് ഗ്യാരൻറ്റീഡ് പെയറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് 2000 രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പ്രാവുകൾ അവൈലബിൾ ആണ് ഓൾ കേരള. അപ്പോൾ പ്രാവുകൾ കുറച്ച് പാലക്കാട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫീമെയിൽ 20+ അവേഴ്സ് പറഞ്ഞിട്ടുള്ള പറവയാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ. അപ്പോൾ ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഫീമെയിൽ 20+ അവേഴ്സ് പറഞ്ഞ പറവ. അപ്പോൾ നല്ല അടിപൊളി പറവയാണ്. റിസൾട്ട് ഗ്യാരൻറ്റിയാണ് പറഞ്ഞിരിക്കുന്നവർ. അപ്പോൾ ഈ പെയറിനെ എടുക്കാൻ താല്പര്യമുള്ളവരും സീരിയൽ നമ്പർ പാലക്കാട് ആ ബ്രീഡറുടെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. സീരിയൽ നമ്പർ 7 തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അസീൽ കത്തിക്കാലിൻ്റെ 2 മാസം പ്രായമുള്ള ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 650 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അസീൽ കത്തിക്കാല് ചിക്സ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 650 രൂപ. സീരിയൽ നമ്പർ 8 കാസർഗോഡ് ജില്ലയിൽ കങ്ങാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കൊളംബിയൻ ബ്രഹ്മയുടെ 1.5 മാസം പ്രായമുള്ള ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 2 ചിക്സ്. 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കൊളംബിയൻ ബ്രഹ്മയുടെ ചിക്സുകൾ 1.5 മാസമുള്ളത് 1000 രൂപയാണ് പെയർ റേറ്റ്. എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ 8 കോൺടാക്ട് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സീരിയൽ നമ്പർ 9 മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് ന്യൂ ലൈൻ ആൻഡ്രൂഷ്യൻ കളർ ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളർ വന്നിട്ടുള്ളൊരു ബ്യൂട്ടി ഹോമറിൻ്റെ ബ്രീഡിംഗ് പെയർ 8500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു പെയറിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ 9 കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതേപോലെ അസീൽ മറ്റ് ഫാൻസി കോഴികളെ വളർത്തുന്നവർക്കും പ്രാവുകളും മറ്റ് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.